ഹലോ, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വറുത്ത് റോസ്റ്റ് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഉപ്പ് എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ചൂടായ പാനിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലോട്ട് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും കളയണ്ട, കുറച്ച് സമയം വഴറ്റിയെടുത്താൽ മതി. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 4 പച്ചമുളക് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടണം. ഇതിലോട്ട് ഇനി വറുത്ത് വെച്ച ചിക്കനും കൂടെ തന്നെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ചിക്കനിലോട്ട് മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത എണ്ണയിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും. അപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണവും ടേസ്റ്റും നമ്മുടെ ഈ ചിക്കനിൽ കിട്ടും കേട്ടോ. ഇത് നമ്മൾ പച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതല്ല, അപ്പോൾ ആ ചൂടിൽ വാടി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് അപ്പത്തിൻ്റെയോ ചപ്പാത്തീൻ്റെയോ ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.